ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യത കുറവാണ്. ഗസ വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും ഗസയിലെ വിവിധ മേഖലയിൽ ഇപ്പോഴും പരിമിതമായ തോതിലുള്ള സൈനിക നടപടികൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. അവിടെ ആളുകൾ നിരന്തരം കൊല്ലപ്പെടുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം അത് ഏപ്രിൽ 8 ആകുമ്പോഴേക്കും വെടിനിർത്തൽ കരാർ പ്രാവർത്തികമായി. പക്ഷേ ആ ഹോട്ട് വാറിൽ നിന്ന് ഒരു പാസീവ് വാറിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു പ്രതിരോധത്തിലൂന്നി ഇറാനും ഏത് നിമിഷവും ആക്രമിക്കും എന്നുള്ള നിലയിൽ അമേരിക്ക നിലയുറപ്പിച്ചുകൊണ്ട് സമാധാന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയ്ക്ക് പരിമിതമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായേക്കാം. ആ അർത്ഥത്തിൽ മാത്രം ഈ സംഘർഷത്തെ കണ്ടാൽ മതി. ഒരു ഓൾ ഔട്ട് വാറിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്നതുകൊണ്ട് മാത്രമല്ല, പുതിയ രൂപത്തിലുള്ള അലൈൻമെന്റുകൾ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് എന്നതുകൂടിയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഏകപക്ഷീയമായ ആക്രമണമാണ് ഇറാനെതിരെ നടത്തിയത്. ഇറാന് ശക്തമായ പിന്തുണ ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങളിൽ നിന്നും ഉണ്ടായില്ല. എന്നാൽ യുദ്ധം പുരോഗമിക്കവേ അമേരിക്കയുടെ സഖ്യശക്തികളിൽ നിന്ന് പോലും ശക്തമായ പിന്തുണ ഈ യുദ്ധത്തിനെതിരായിട്ട് ഉണ്ടായി. അത് ഇറാൻ അനുകൂലമായിട്ടാണല്ലോ അത് പ്രവർത്തിക്കുക. ഉദാഹരണമായിട്ട് നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ടർക്കി, ജർമ്മനി, അതുപോലെ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ തുറന്ന് അമേരിക്കയെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സ്പെയിനിലെ പെട്രോ സാഞ്ചസ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് അവിടെ അവരുടെ എയർ സ്പേസ് ഉപയോഗിക്കുന്നതിന് പോലും നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായി. ജർമ്മനിയുടെ ചാൻസലർ മെർസ് അദ്ദേഹം പറഞ്ഞത് ഒരു സാഹചര്യത്തിലും യൂറോപ്യൻ യൂണിയനുമായിട്ടോ ജർമ്മനിയുമായിട്ടോ കൂടിയാലോചന നടത്താതെയാണ് ഈ ആക്രമണം ഉണ്ടായത്. മാത്രവുമല്ല, ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു കിടക്കും, ദർ ഈസ് നോ എക്സിറ്റ് പ്ലാൻ ഫോർ നേഷൻസ് ഓഫ് അമേരിക്ക എന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാതെ അവർ സ്വതന്ത്രമായ ഒരു നിലപാട്, അതായത് യൂറോപ്യൻ യൂണിയന്റേതായ കാഴ്ചപ്പാടിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇടപെടാനുള്ള നയങ്ങളാണ് അവർ രൂപപ്പെടുത്തുന്നത്. ചൈനയും റഷ്യയും ഇറാനൊപ്പം ശക്തമായി അണിനിരന്നിരിക്കുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു ഓൾ ഔട്ട് വാർ ഇതിനു മുമ്പ് നടത്തിയതുപോലെ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം ബോംബിട്ട് തകർക്കുക, ജനാധിവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുക, ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക, സ്കൂളുകൾ ആക്രമിച്ച് കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക, അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത കുറവാണ്. അത് ആഗോള സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധമുണ്ടാക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ടിനപ്പുറത്തേക്ക് ലോകത്തിലെ മേജർ സ്റ്റേറ്റ്സ്, മേജർ ശക്തികൾ, മേജർ പവേഴ്സ് ഒന്നും അമേരിക്കനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ലോക ചരിത്രത്തിൽ അമേരിക്കക്കാരനായ ആദ്യത്തെ പോപ്പ് ഉണ്ടായത് ഈ അടുത്ത വർഷങ്ങളിലാണ്. പോപ്പ് ലിയോ 14 അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞത് ജസ്റ്റ് വാർ എന്നൊന്നില്ല എന്ന് അമേരിക്ക വിമർശിക്കണ്ടായി. അതിനർത്ഥം നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം, ആയുധശേഖരം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള യുദ്ധം എന്നൊക്കെയുള്ള റിട്ടറിക് ആണ്, നറേറ്റീവാണ് അമേരിക്ക മുന്നോട്ട് വെച്ച്. അതിനെ പോപ്പ് എതിർക്കുകയാണ്. അതോടൊപ്പം സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അമേരിക്ക എപ്പോഴും പറയുന്നതാണ്. അക്കാര്യത്തെയും പോപ്പ് വിമർശിക്കുകയാണ്. അപ്പോൾ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തുന്ന യുദ്ധവും ജസ്റ്റ് വാർ, നീതിക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന യുദ്ധവും ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് മാഗ്നിഫിസന്റ് ഹ്യൂമാനിറ്റി എന്ന ചാക്രിക ലേഖനത്തിൽ പോപ്പ് ലിയോ 14 വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കക്കാരനായ പോപ്പാണെന്ന് കൂടി കാണണം. ഇങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും വിമർശനത്തെയും ആഭ്യന്തര രംഗത്ത് ട്രംപിസവും വലിയ രൂപത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം മഴ പെയ്താലും മരമഴ പിന്നെയും തുടരുമല്ലോ എന്ന നിലയ്ക്ക് പരിമിതമായ തോതിലുള്ള സംഘർഷങ്ങൾ ഇനിയും അവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു അടിയന്തര സ്വഭാവത്തിൽ വെടിനിർത്തലോ
ഒരു സമാധാനം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കോ കാര്യങ്ങൾ വളരാനുള്ള സാധ്യതയില്ല. ഈ സംഘർഷാവസ്ഥ കുറെ കാലം കൂടി നിലനിൽക്കുകയും പരിമിതമായ ഏറ്റുമുട്ടലുകൾ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തുടരാനാണ് സാധ്യത. ഇത് പക്ഷേ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, വിശേഷ ഗൾഫിൽ നിന്ന് വലിയ രൂപത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന സൗത്ത് കൊറിയ, ജപ്പാൻ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.